ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാവ് കലക്കാനോ അതുപോലെ ചുടാനോ പരത്താനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് ഈ ഒരു ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. ഉമ്മയുടെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവരുടെ ഫ്രണ്ടായിട്ടുള്ള ഷെയ്മയത്തെയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതുപോലൊരു സൂപ്പർ റെസിപ്പി പറഞ്ഞു തന്നതിന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരുന്നില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 2 പൊറോട്ടയാണ് കേട്ടോ. 2 പൊറോട്ട വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു കത്രിക വെച്ചിട്ട് ഇതാ നമ്മൾ ക്യാബേജിനൊക്കെ അരിയില്ലേ, അതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ 2 പൊറോട്ട തന്നെ ഒരു ചട്ടിപ്പത്തിരിക്കുള്ള ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവ് എന്ന് പറയുന്നത് ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 5 വരെ എടുക്കാം. ഇത് കുഴപ്പമില്ലാത്തൊരു വലിപ്പത്തിലുള്ള മുട്ടയാണ്. അപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതൊരു മീഡിയം മധുരമാണ്, ഓവറായിട്ടുള്ള മധുരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 ഏലക്കയുടെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, നല്ല പതിഞ്ഞ് വരുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് പൊറോട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ നമ്മളെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിൽ ചിലപ്പോൾ മധുരമുള്ള റെസിപ്പിയൊക്കെ ആകുമ്പോൾ ചെറിയ നുള്ള ഉപ്പൊക്കെ ചേർക്കുമല്ലോ, അതൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ പൊറോട്ടയിൽ തന്നെ ഉപ്പുള്ളതുകൊണ്ട് അതൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഏതിലാണോ ഉണ്ടാക്കേണ്ടത് ആ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കട്ടെ. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അടി പിടിക്കാത്ത പാനിലെടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്ത കസ്കസ് ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് ഇതിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ അതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇത് മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. അതിലേക്ക് നേരിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അടിയിൽ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മറ്റൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാൻ വെച്ചിട്ടാണ് ഞാൻ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് അടി പിടിക്കുകയൊന്നുമില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, ഒരേ ലെവലിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മേലെ കാണുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മേലേക്ക് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പെട്ടുപോകും. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. എനിക്കിവിടെ ഒരു 25 മിനിറ്റാണ് കേട്ടോ ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ, അടി പിടിച്ച് പോവരുത്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുക. ഒന്ന് തണുത്ത ശേഷം നമുക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ആ ചൂടോട് കൂടെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടില്ല.
എന്നിട്ടത് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് വേവാഞ്ഞിട്ടല്ല, ഒന്നൊരു കളറ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒരു പാനിൽ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ലെയർ പോലെ നമുക്കിത് തോന്നിക്കുകയും ചെയ്യും. പൊറോട്ട അതുപോലെ പീസാക്കിയിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇത് ലെയർ പോലെ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ചട്ടിപ്പത്തിരിയുടെ അതേ ഒരു ടേസ്റ്റുമാണ്. അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. കണ്ടോ, നല്ല എത്രത്തോളം സോഫ്റ്റാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ലെയേഴ്സായി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചട്ടിപ്പത്തിരി ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.